എന്തായി കവിത കാര്യങ്ങൾ? അമ്മുവിന്റെ കാര്യത്തിൽ പ്രയാസങ്ങളൊന്നുമില്ല. കൃത്യം 11 കഴിയുമ്പോൾ അവൾ സ്വയം വീടിന് പുറത്തേക്ക് വരും. അല്ല, അവളോട് ഇറങ്ങിപ്പോകാൻ നീ പറഞ്ഞു? ഇതിനിടയിൽ ചില ഒത്തുകളികൾ സ്വാതി നടത്തുന്നുണ്ട്. അതല്ല, എനിക്ക് സഞ്ജുവിനും ലക്ഷ്മിന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. തീരുമാനങ്ങളോ? അതെന്താ ഏതാന്നൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ലച്ചു പുറത്തേക്കൊന്ന് ചെല്ല്, ഗാർഡൻ അടുത്തേക്ക്. അവിടെ ലച്ചുവിനെ കാത്തൊരാൾ നിൽപ്പുണ്ട്. അതാരാ? ഗോവിന്ദ്. ഗോവിന്ദിന് അമ്മുനോട് ചിലതൊക്കെ പറയാനുണ്ട്. എന്ത് കാര്യം? അതെന്താന്ന് ഗോവിന്ദ് പറയും. അമ്മു ചെല്ല്. ആ, അമ്മുവിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ എളുപ്പത്തിലായി. അവിടെ വെച്ച് ഞാൻ അയച്ചവർ അവളെ കടത്തിക്കോളും. പക്ഷേ അവള് സ്വയം ഇറങ്ങിപ്പോയെന്ന് വരുത്തി തീർക്കണം. അതിന് കഴിയില്ലല്ലോ. കഴിയും. ദേ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്ന നീ അമ്മുവിന്റെ ബാഗും ഡ്രസ്സും റൂമിൽ നിന്ന് മാറ്റണം. ആ, അത് ഞാൻ ചെയ്തോളാം. ഞാൻ അയച്ച ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. സഞ്ജു സ്വാതിയും എപ്പോഴേ പാല് കുടിച്ച് ഉറങ്ങിക്കാണും. നീ വെച്ചു. ഇനി മംഗലശ്ശേരിയിൽ അരങ്ങേറാൻ പോകുന്നത് ശാന്തി മുഹൂർത്തമല്ല, അശാന്തി മുഹൂർത്തം.